ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇന്ന് ഓഗസ്റ്റ് 22. എൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, നമ്മൾ കൊച്ചിയിൽ വീട് പണിത് ഗൃഹപ്രവേശം നടത്തി. നാളത്തേക്ക് 1 വർഷം തികയാണ്. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ കൂടാൻ പറ്റിയതിൽ സന്തോഷം. താങ്ക് ഗോഡ്. പിന്നെ ഞാനിങ്ങനെ ബർത്ത്ഡേക്ക് വലിയതായിട്ട് എക്സൈറ്റഡ് ആകുന്ന ആളോ അങ്ങനെ ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യുന്ന ആളോ ഒന്നുമല്ല. വെറുതെ കേക്ക് കിട്ടി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കേക്കൊന്നും അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. ബിക്കോസ് ഇന്നലെ കസിൻ്റെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി കിടന്നപ്പോഴത്തേക്കിനും പാതിരാത്രിയായി. ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തി ഇവളൊക്കെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു സമയമായി. ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫ്രഷ് ആവണം, കുളിച്ചൊരുങ്ങണം, അമ്പലത്തിൽ പോകണമെന്നുണ്ട്. ബട്ട് രാവിലെ നടക്കുമെന്ന് തോന്നുന്നില്ല, വൈകുന്നേരം ആയിരിക്കും. അപ്പോൾ പിന്നെ കാണാം ഇനി. താങ്ക് യു. താങ്ക് യു. വിഷൊക്കെ കിട്ടി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിനും അവിടെ എനിക്ക് വേണ്ടി 3 പാക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഓരോന്നായിട്ട് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കിനും സ്കീ ഐസ്ക്രീമിൻ്റെ 3 ഫ്ലേവറുള്ളതായിരുന്നു. ഒന്ന് ടെൻഡർ കോക്കനട്ട്, പിന്നെ ജാക്ക് ഫ്രൂട്ട്, മറ്റൊന്ന് മാംഗോ ആയിരുന്നു. ഞാൻ ജസ്റ്റ് താഴെ ചെന്നപ്പോഴത്തേക്കിനും എല്ലാവരുടെയും വിഷൊക്കെ കിട്ടി. ഞാൻ വ്ളോഗ് ചെയ്യുന്ന കാര്യം അവരോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അത് അമ്മയുടെ നാച്ചുറൽ റിയാക്ഷനായിരുന്നു. ഓടി വന്ന് ഹഗ് ചെയ്ത് വിഷയൊക്കെ പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് പ്രാർത്ഥനയിലായിരുന്നു. പിന്നെ സർപ്രൈസായിട്ട് രാവിലെ തന്നെ ഐസ്ക്രീമൊക്കെ കിട്ടി. സ്കീ ഐസ്ക്രീം ഞാൻ കുറേ നാളായിട്ട് നമ്മൾ ടി വിയിലൊക്കെ ആഡ് കാണുന്നതാണല്ലോ. ബിഗ് ബോസിലൊക്കെ അവർ പ്രൊമോഷന് സാമ്പിളൊക്കെ ഇങ്ങനെ അയക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നാളായിട്ട് ഞാൻ സ്കീ ഐസ്ക്രീം കഴിക്കണം എന്നിങ്ങനെ വിചാരിച്ച് കിടന്നായിരുന്നു. അപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് ഫസ്റ്റായിട്ട് ഞാൻ സ്കീ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പിള്ളേർ എണീറ്റിട്ടില്ല, അവർ രണ്ടുപേരും ഉറക്കത്തിലാണ്. ഞാൻ ജസ്റ്റ് ബ്രഷ് ചെയ്തേ ഉള്ളൂ. ഇനിയിപ്പോൾ കുളിക്കണം. കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഗീ റോസ്റ്റും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമും കഴിച്ചു. പിന്നെ കല്യാണത്തിന് പോയി വന്നതിൻ്റെ ലഗേജൊക്കെ അൺപാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കിനും ഒരു സമയമായി. അപ്പം ലഞ്ചും കഴിക്കാനുള്ള സമയമായി. അപ്പം ലഞ്ചിന് സാമ്പാറും ക്യാരറ്റ് കിച്ചടിയും പപ്പായ മെഴുക്കുവരട്ടിയും പപ്പടവടയും ഒക്കെ ആയിരുന്നു. അമ്മ പായസം ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങി, പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എല്ലാം കൂടെ. വൈകുന്നേരം ആയപ്പോൾ ഒരു ഓട്ടോ പിടിച്ച് പൂർണ്ണത്രയീശ അമ്പലത്തിൽ തൊഴാൻ പോയി. അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ ജസ്റ്റ് വീട്ടിലെത്തിയേ ഉള്ളൂ. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് അമ്പലം, വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ചെന്ന് കയറിയപ്പോഴത്തേക്കിനും നല്ല കറക്റ്റ് ടൈമിങ് നല്ലതായിരുന്നു. ദീപാരാധന ടൈമായിരുന്നു. നല്ല മേളമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അതൊക്കെ നമ്മൾ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോഴല്ലേ ഇതുപോലെ അമ്പലത്തിലൊക്കെ പോകുന്നുള്ളൂ. അവിടെ വല്ലപ്പോഴും വല്ല വിശേഷ ദിവസങ്ങൾ മാത്രമേ പോകാറുള്ളൂ, വല്ലപ്പോഴും. അപ്പോൾ എന്നാലും തന്നെ നമ്മുടെ നാട്ടിലെ അമ്പലം ആ വൈബൊക്കെ ഒന്ന് വേറെ ഒരു ഫീലാണല്ലോ. അപ്പോൾ അങ്ങനെ ദീപാരാധനയൊക്കെ തൊഴുത് ഇവിടെ വന്നു. അമ്പലത്തിനകത്ത് ഞാനധികം വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഡിന്നറിന് ഞങ്ങൾ സ്വിഗ്ഗിയിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തത് ചില്ലി പൊറോട്ടയും ഗോബി മഞ്ചൂരിയനും ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ സ്കീ ഐസ്ക്രീമിൻ്റെ ജാക്ക് ഫ്രൂട്ട് ഫ്ലേവറും കൂടെ കഴിച്ചു. ഇപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ്
ഞങ്ങൾ ഫാമിലിയായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. രാത്രിയാണ് മെയിനായിട്ട് കോൺവെർസേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ സെലിബ്രേഷനേക്കാൾ ഉപരി ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി, അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊരു സന്തോഷമാണ്. പിന്നെ എന്നെ വിഷ് ചെയ്ത് എല്ലാവർക്കും ത്രൂ വാട്സാപ്പ് മെസ്സേജസ്, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി. ബ്ലെസ്ഡ്. പിന്നെ എന്നെ ആദ്യം വിഷ് ചെയ്തത് എൻ്റെ മോളാണ് കേട്ടോ. ഇന്നലെ രാത്രി 12 മണിയായപ്പോഴത്തേക്ക് ഞാൻ കറക്റ്റ് ടൈമൊക്കെ നോക്കിയിട്ട് എന്നെ വിഷ് ചെയ്തു മോള്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നെ മോൻ വന്ന് വിഷ് ചെയ്ത് രാവിലെ എണീറ്റ് വൈകിയല്ലോ, അപ്പോഴത്തേക്കിനെ വന്ന് വിഷ് ചെയ്തു. പക്ഷേ അവന് വ്ളോഗിലൊന്നും വരാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ അതും മിസ്സായി. പിന്നെ മദർ ഇൻ ലോ ഞാൻ ക്യാമറയായിട്ട് തിരിയുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരി അങ്ങ് വിഷ് ചെയ്തിട്ട് പോയി, ഓടിക്കളഞ്ഞു. അപ്പോൾ അത് വീഡിയോയിൽ മിസ്സിങ് ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഒരു നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് ഉടൻ തന്നെ കാണാം. സീ യു, ബൈ, ഗുഡ് നൈറ്റ്.